ഒരു രക്ഷയിലുണ്ടോ സ്ഥലം. കുറച്ചൊരു അഡ്വഞ്ചറസ് ആണ്, എന്നാലും അടിപൊളിയാണ്. ഓ എന്താല്ലേ, പാറന്റെ അടി കൂടെ പോകുന്നുണ്ട്, ബോഡി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ ഏക തെരച്ചില്ലാത്ത സ്ഥലം എന്ന് പറയാനുള്ള കാരണം അതാണ്. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത സ്ഥലം. വീണാൽ തന്നെയാണ്, പിന്നെ കിട്ടുകയില്ല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കന്യാകുമാരി യാത്ര എല്ലാവരും കണ്ടിട്ടാണെന്ന് വിചാരിക്കുന്നു. കാണാത്തൊരു ആദ്യമായി പോയിട്ട് കാണണേ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് കക്കയത്താണ്. നമ്മുടെ കക്കയം ഡാമിലേക്കാണ് ഇന്നത്തെ യാത്ര കേട്ടോ. നമ്മുടെ കോഴിക്കോട് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ, ഹിഡനായി കിടക്കുന്ന സ്ഥലങ്ങളും എല്ലാണ്ട് കുറേ മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങൾ തേടിയുള്ള യാത്രയാണ് ഇനി മുതൽ അങ്ങോട്ടേക്ക് കേട്ടോ. അതുപോലെ നമ്മൾ ഇനി മുതൽ മോട്ടോർ വ്ളോഗിങ് കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടില്ലേ എന്ത് മനോഹരമായ സ്ഥലം ഇവിടെയൊക്കെ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ മുതൽ നമ്മുടെ പുതിയൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു പാട്ടോന്ന്. കോഴിക്കോട് നിന്ന് കക്കയത്തേക്ക് ഏകദേശം ഒരു 60-65 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. പക്ഷേ ഞാൻ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ നാടൻ നിന്നാണ്, കക്കോടി നിന്നാണ് കേട്ടോ. കക്കോടി നിന്ന് ഏകദേശം 45 കിലോമീറ്റർ അടുത്താണ് നമുക്ക് കക്കയത്തേക്ക് ദൂരം വരുന്നത്. കക്കയത്തേക്കാണെങ്കിലും അതേമാതിരി കുറ്റാടി ഡാമിലേക്കാണെങ്കിലും ഒക്കെ ഏകദേശം സെയിം ദൂരം തന്നെയാണ്. 45 കിലോമീറ്റർ അടുത്താണ് നമുക്ക് ഇവിടെ ദൂരം വരുന്നത്. ഇവിടുന്ന് നമ്മളിങ്ങനെ ഇപ്പോൾ ഉള്ളത് കുമാരസ്വാമി പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. കുമാരസ്വാമി കഴിഞ്ഞിരിക്കുന്നത്. നമ്മളിവിടുന്ന് ഇങ്ങനെ കാക്കൂര് വഴി ഇങ്ങനെ പോവുക. കാക്കൂര് നന്മണ്ട പിന്നെ ബാലുശ്ശേരി വഴിയാണ് പോവുക. രാവിലെ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് റോഡ് കേട്ടോ. ഈ കക്കയത്തിൻ്റെ വീഡിയോ ഞാൻ പണ്ട് ചെയ്തിരുന്നു. പണ്ട് ഞാൻ യൂട്യൂബിൽ തുടങ്ങിയ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് കക്കയത്തിൻ്റെ വീഡിയോ എന്നായിരുന്നു, ഏകദേശം 2 വർഷം മുന്നേ. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് കക്കയത്തേക്ക് പോകുന്നത്. അന്ന് ഒരു വേനൽ ടൈമിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്രാവശ്യം എന്താണ് കക്കയത്ത് വരെ അവിടെ മേലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അപ്പോൾ നോക്കാം വെള്ളം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യം. ഇത് പിന്നെ വർക്കിൻ്റെ എല്ലാത്തതിനെ കൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടാവില്ല നമുക്ക് വിചാരിക്കാം. രാവിലെ തന്നെയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:30 ആയിട്ടുള്ളൂ. രാവിലെ 9 മണി മുതൽ അവിടെ നമുക്ക് കയറാൻ ടിക്കറ്റാണ് അവിടെ. ടിക്കറ്റ് കൊടുത്ത് തുടങ്ങുന്നതാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്തായാലും മോട്ടോ വ്ളോഗിങ് പോലെ ഇങ്ങനെ വീഡിയോസൊന്നും അധികം ചെയ്യില്ല. ആദ്യമായിട്ടാണ് നമുക്ക് ഹെൽമെറ്റിൻ്റെ മുകളിൽ മൈക്കും ക്യാമറയൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. വെച്ചാൽ ഈ കക്കോടി ഇവിടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഉണ്ടോ ഫുള്ള് ഓപ്പൺ റോഡാണ് വരുന്നത്. വലിയ തിരക്ക്, രാവിലത്തെ ഒരു തിരക്ക് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ള് കാലിയായിരിക്കും. അപ്പോൾ അടിച്ച് മിനിച്ച് പോവാം. പിന്നെ MPD അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അതേ കുഴപ്പമുള്ളൂ. പക്ഷെ എന്നാലും അധികം ഓവർ സ്പീഡ് പോകുന്നില്ലല്ലോ. അതിനോട് പിന്നെ വലിയ കുഴപ്പമില്ല. നമ്മൾ ഏകദേശം ഒരു 50, 60, 65 പോവുള്ളൂ. അതുപോലെ തന്നെ എന്താ വെച്ചാൽ വണ്ടിക്ക് വലിയ മൈലേജ് ഒന്നുമില്ലേ. എക്സ്പൾസ് ആണ്. പക്ഷേ വണ്ടി എടുത്ത ടൈമിൽ അത്യാവശ്യം 40 അടുത്തൊക്കെ കിട്ടുമായിരുന്നു. ഞാൻ അതിന് ശേഷം ടയറുമായിരുന്നു. വണ്ടീൻ്റെ ബാക്ക് വീല് കുറച്ച് വീതി കൂടി ടൈപ്പ് വീലാക്കിയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ മൈലേജ് എല്ലാം കുറഞ്ഞിരിക്കുന്നത്. ഒരു 35 ഇപ്പോൾ മൈലേജ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ബ്ലോക്കും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ടല്ലോ. അപ്പോൾ ഇതേമാതിരി ഓപ്പൺ റോഡ് കാണുന്നവരെ ഒരു വല്ലാത്തൊരു സമാധാനമാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ കോഴിക്കോട് ഇതേമാതിരി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതിപ്പോൾ ഹിഡൻ പ്ലേസ് ഒന്നല്ല, ഇത് നമുക്ക് എല്ലാ ടൂറിസ്റ്റുകൾ വരുന്നതാണ്. പക്ഷേ എന്നാൽ കുറേ ഹിഡൻ പ്ലേസുകൾ ഇതേമാതിരി ഈ കോഴിക്കോട് വയനാട് ബോർഡറിലൊക്കെ ഉണ്ട്. വയനാട് ബോർഡർ, കോഴിക്കോട് വയനാട്, കോഴിക്കോട് മലപ്പുറം ബോർഡറിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും കഴിയുന്നവർ ഡെയിലി ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവിടെ കക്കയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന്. ബാലുശ്ശേരി ടൗണിലേക്ക് നമ്മൾ കയറാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ബോർഡ് അവിടെ കണ്ടത് 39 കിലോമീറ്ററാണ് ഇനി ഇവിടുന്ന് കക്കയം ഡാമിലേക്കുള്ളത്. ബാലുശ്ശേരി ജംഗ്ഷനാണ് ഇപ്പോൾ കേട്ടോ ഇത്. ഞാനിങ്ങനെ എന്താ സ്ഥലങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ അറിയാത്ത ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും ഒരു സ്ഥലങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു പരിചയങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് പെട്ടെന്ന് വരുന്നവരെ. ഇതിപ്പോൾ ബാലുശ്ശേരി ഇവിടെ ജംഗ്ഷനാണ്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉള്ളേരി, അങ്ങനെ ആ റൂട്ട് പോവുക. പേരാമ്പ്ര റൂട്ടാണ്. റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റേറ്റ് മുക്ക് വഴിയാട്ടോ നമ്മൾ പോകുന്നത്. ബാലുശ്ശേരി കിനാലൂർ ബസ്, തലയാട് എസ്റ്റേറ്റ് മുക്ക് എത്തിയിട്ടോ നമ്മളപ്പോൾ. അങ്ങനെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം, നമ്മൾ ഇവിടെ ബൈക്കിൻ്റെ വീഡിയോസൊക്കെ ചെയ്യലുണ്ട്. നമ്മുടെ ഒമേഗ യൂസർ ബൈക്കിൽ നിന്ന്. അപ്പോൾ ആ സ്ഥലമാണ് ഇവിടെ കണ്ടില്ല. ഇവിടെ ഫുള്ള് ബൈക്കുകളാണ്.
അപ്പോൾ ആരെങ്കിലും ബൈക്കുകളൊക്കെ എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ നോക്കി എടുക്കണം കേട്ടോ വണ്ടികൾ. അപ്പോൾ നല്ല പറ്റിക്കലും ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ഒമേഗ കുറച്ചുകൂടി കുഴപ്പമില്ലാത്ത നല്ല സ്ഥാപനം കേട്ടോ ഒമേഗ യൂസ്ഡ് ബൈക്ക്. അപ്പോൾ നമ്മൾ ഈ റോഡിന് ഇങ്ങനെ കയറാം. നേരെ പോയാൽ താമരശ്ശേരി, ഇങ്ങോട്ട് പോയാൽ കക്കയം. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, റോഡ് മാറി. മറ്റേ മെയിൻ റോഡ് പോകുന്ന നേരെ താമരശ്ശേരിക്ക് കേട്ടോ. ഇതിപ്പോൾ കക്കയത്തേക്കാണ്. അതുപോലെ തന്നെ കക്കയത്തേക്ക് ബസ് ഉണ്ട്, പക്ഷേ നമുക്ക് അവിടെ മേലെ ഡാമിൻ്റെ മേലെ വരെ ഒന്നും എന്തായാലും എത്താൻ പറ്റില്ല, അവിടെ താഴെ വരായിരിക്കും. ഞാനെന്തായാലും അവിടെ പോയിട്ട് അന്വേഷിച്ച് നോക്കിയിട്ട് എന്തായാലും വീഡിയോയിൽ പറ്റുന്ന അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ആരെങ്കിലും ബസ്സിന് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ. ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ തന്നെ കണ്ടില്ലേ, സൈഡിലൊക്കെ ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ്. റോഡൊക്കെ മാറി ഉണ്ടായിട്ട്, ആരുമില്ല റോഡിലൊന്നും. നല്ല തണലുള്ളതിനെ കൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖത്തിൽ വണ്ടി ഓടിച്ച് പോവാം. ഏകദേശം ഇനി ഒരു 10-30 കിലോമീറ്റർ ഉണ്ടാൽ മതിയോ. ഇവിടെ കണ്ടില്ലേ ഫുള്ള് റബ്ബർ തോട്ട. പോകുന്ന വഴിയിൽ ഇവിടെയൊക്കെ കൈതച്ചക്ക ഉണ്ടോ? ഇവിടെയൊക്കെ കൈതച്ചക്കന് കൃഷി കേട്ടോ. ഈ മല മൊത്തം, മലയല്ല ഈ കുന്ന് മൊത്തം കൈതച്ചക്ക കേട്ടോ. ഇനി പോകുന്ന വഴിക്ക് നമുക്ക് കുറേ സാധനങ്ങൾ ഇതുമാതിരി കാണാനുണ്ട്. റോഡൊക്കെ ഉണ്ടല്ലോ ഫുള്ള് കാലിയാണ്. ഇവിടെ ഫുള്ള് റബ്ബറാ കേട്ടോ. ഇവിടെ ക്ലോസ് ആണോ? റോഡൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ അണ്ടർപാസ് മാറ്റി താഴെ കൂടെ തോടെന്തോ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പണി നടക്കുക. ഇനി ഏകദേശം ഒരു 10-25 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് പോകാൻ കേട്ടോ. ഇവിടെ മേലെ കണ്ടില്ല, അവിടെ നമുക്ക് മലകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ സ്ഥലം വരുന്നത് തലയാടാട്ടോ. ഈ പണി നടക്കുന്ന റോഡ് ഇതിപ്പോൾ തലയാടാട്ടോ സ്ഥലം. ഈ റൂട്ടിൽ തന്നെ ഒരുപാട് വേറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് തോണിക്കടവ്, കരിയാത്തുംപാറ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതേമാതിരി കുറേ ഹിഡൻ പ്ലേസുകളുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലെ വീഡിയോയിൽ ഇതൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. കണ്ടല്ലേ, ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ മനോഹരമാണ്. റോഡ് കുറച്ച് പണി വന്നോന്ന് സംശയമുണ്ട്. ഇത് കുറച്ചെന്ന് വിചാരിച്ചു, പക്ഷേ ഫുള്ള് ഇങ്ങനെയാണല്ലോ അവസ്ഥ. അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാട്ടോ. അവിടെ നോക്ക്, എന്ത് രസമാണ് അവിടെയൊക്കെ കാണാൻ. എൻ്റെ ബാഗിൻ്റെ ടയർ നല്ല വീതിയുള്ള ടയറാട്ടോ. ഇത് എന്ന് വെച്ചാൽ 310 GS വരുന്ന അങ്ങനത്തെ ടയറാണ് ബാഗിലിട്ട ടയറേ. അതിനെക്കൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റിയാണ്. ബാക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നോർമൽ സൈസ് അല്ല, അതിനെക്കാട്ട് കുറച്ച് അപ്സൈസ് ചെയ്താണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് പണിയാണല്ലോ. വണ്ടി പോകുമായിരിക്കും, നമുക്ക് പോയി നോക്കാം എന്തായാലും. പണി നടക്കുന്നതുകൊണ്ട് ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു കാറ് പോയി കണ്ടില്ല, അവസ്ഥ ഇതാണ്. സൈഡൊക്കെ ഫുള്ളായിട്ട് ഇതാക്കി കിട്ടുന്നുണ്ട് കേട്ടോ. അതിനെക്കൊണ്ട് തന്നെ എന്തായാലും നല്ല റോഡ് അടിപൊളിയായ പിന്നെ പറയണ്ട. നമുക്ക് ഇവിടേക്കുള്ള മറ്റേ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ ഇടിയുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ. കക്കയം റോഡ് ഇതിപ്പോൾ 20-ാം മൈൽ എന്ന സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം തന്നെ ഹൈറ്റിലെത്തി നമ്മൾ. KSRTC ഒക്കെ ഓടുന്നുണ്ട് കേട്ടോ. ഇതിലെ ബസ് റൂട്ട് തന്നെയാണ്. ബ്ലോക്കൊക്കെ ആണെങ്കിലും ബസ്സൊക്കെ ഓടുന്നുണ്ട്. മൊത്തമായിട്ട് റോഡിൻ്റെ വർക്ക് നടക്കുക കേട്ടോ. എന്തായാലും റോഡ് പണി കഴിഞ്ഞാൽ ഫുള്ള് ഉഷാറാവും. അവിടെ വരെ ഇങ്ങനെ നമുക്ക് നല്ല സുഖത്ത് പോവാം. ഓ, അപാര വ്യൂ ആണല്ലോ ഇവിടുന്ന്. നോക്ക്, എന്ത് രസമല്ലേ. നമുക്ക് അവിടെ താഴെ
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അവിടെ താഴെ കണ്ടില്ലേ, അവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് തോണിക്കടവിൻ്റെ ഭാഗങ്ങളായിരിക്കും അതൊക്കെ. തോണിക്കടവാണോ കറക്റ്റായി അറിയില്ല. ആണ് കക്കയം ഡാമിന് താഴെയാണല്ലോ വരുന്നത്. നമുക്ക് കരിയാത്തുംപാറൊക്കെ ആ ഭാഗമൊക്കെ താഴെ കേട്ടോ. കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ച് പറഞ്ഞതാണ്. നമുക്കെന്തായാലും വരും ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടൊക്കെ പോവാം. ഏട്ടാ കക്കയം എങ്ങോട്ടേക്കാ? അപ്പോൾ ഇവിടെ നിന്ന് 2 വഴിയുണ്ട്. ഇങ്ങോട്ട് പോയാൽ കക്കയം, അങ്ങോട്ട് പോകണമെങ്കിൽ തോണിക്കടവ് കൂരാച്ചുണ്ടാണ് അങ്ങോട്ടുള്ള റോഡ്, താഴെ റോഡ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് കക്കയത്തേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ല, അവിടെ താഴെ നേരത്തെ കണ്ടത് തോണിക്കടവിൻ്റെ ഭാഗങ്ങളാണ്. അടിപൊളി പ്ലേസ് ആട്ടോ. നമുക്ക് എന്തായാലും ഒരു രാവിലെയൊക്കെ വന്നാൽ ഒരു ഊട്ടി പോയ ഫീലിംഗ് അവിടെ. ഇവിടുന്ന് റോഡ് നല്ല റോഡാണ് അങ്ങോട്ടേക്ക്. ഇനി ഇങ്ങനെ ആയാൽ എളുപ്പമായി. നമ്മളിപ്പോൾ ഏകദേശം താഴെ എത്താനായി. അത് കക്കയം ചുരം കയറാനുള്ള താഴെ എത്താനായിരിക്കും കേട്ടോ. ഡാമിൻ്റെ അങ്ങോട്ട് പോകാനുള്ള. ഇതിപ്പോൾ നമ്മൾ ശരിക്കും കക്കയം എത്തിട്ടോ. ഇതാ നമ്മൾ കക്കയം പാലം. ഇതാട്ടോ കക്കയം പാലം. പാലത്തിൻ്റെ മുകളിൽ താഴോട്ടേക്ക് എന്താ വ്യൂ, അടിപൊളിയാണല്ലോ താഴോട്ടേക്കുള്ള കാഴ്ച. താഴെ നോക്കി വെള്ളം വരുന്ന എന്ത് രസം കിട്ടോ കാണാൻ. കല്ലൊക്കെ എന്ത് രസമാണ് കാണാൻ. നോക്കി ഇവിടുത്തെ താഴെ ക്ലിയർ ആട്ടോ വെള്ളം. എന്നാലും നമുക്ക് നമ്മുടെ ഡാമിൻ്റെ അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. നമുക്കിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് എന്തായാലും പോയി നോക്കാം. എന്നാൽ അപ്പോൾ അതാ കക്കയം പാലം കഴിഞ്ഞ് ഇനി നേരെ കക്കയം ടൗണിലേക്ക് കേട്ടോ. ടൗണിൽ നിന്ന് പറയുന്നില്ല, ഇവിടേക്ക് ഹോട്ടലുണ്ട്. ഇതാട്ടെ കക്കയം ടൗണ്. ഇനി 14 കിലോമീറ്റർ 14 കിലോമീറ്റർ നമുക്ക് മേലോട്ട് പോകണം. കൺഫ്യൂഷൻ ആയല്ലോ. ഡാമിനോട് കാര്യം പോവാ. ഡാം മേലോട്ടാ നേരല്ലേ? അപ്പോൾ നേരെ കേട്ടോ ഡാമിനോട് കൊണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിലാട്ടോ കക്കയം ഡാമിനോട് പോവാ. ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ നേരെ തന്നെ വരേണ്ടത് പള്ളീൻ്റെ സൈഡ് കൂടെ കേട്ടോ. നമുക്ക് കൺഫ്യൂഷനോ, കാരണം അങ്ങോട്ടൊക്കെ ഒരു വഴിയുണ്ട്, ഇങ്ങോട്ടൊക്കെ ഒരു വഴിയുണ്ട്. അപ്പോൾ ഞാനും ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷനായി. അപ്പോൾ അവർ പറഞ്ഞ നേരെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ വേറൊരു അരുവി ഉണ്ടോ? അരുവിയല്ല, മേലെ നിന്ന് വരുന്ന ഒരു ഉറവ. വെള്ളമില്ല, വെള്ളം കുറവാണ്. അതിന് മുകളിൽ ഡാമിൽ തന്നെ വരുന്നതായിരിക്കും. ഈ സൈഡ് ഉണ്ടല്ലേ ഇങ്ങനെ. ഇതാണ് നമ്മൾ നേരത്തെ താഴ്ന്ന് കണ്ടത്. അത് തന്നെയാണ് ഏറ്റവും താഴെ ആദ്യം കണ്ടില്ലേ. അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന വെള്ളമാണ് അങ്ങോട്ട് എത്തുന്നത്. നമ്മളിങ്ങനെ വളഞ്ഞ് കയറുന്നതിനെ കൊണ്ട് 2-3 എണ്ണൊക്കെ ആയിട്ട് തോന്നുക. ആരുമില്ല റോഡിലൊന്നും. റോഡെല്ലാം കാടിനുള്ളിൽ കൂടെ ഒരു വഴി അറിയാം. മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ അങ്ങനെ. ഞാൻ അന്ന് പോയപ്പോൾ അവരറിഞ്ഞ മേലെ അവിടെ ആന കാട്ടുകൂത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പോകുന്ന വഴി. ഒരു സ്വാഗതം കാണുമല്ലോ അവിടെ. കേരള വനം വന്യജീവി വകുപ്പ് മലബാർ വെൽഫെയർ സ്വാഗതം, കോഴിക്കോട് ഡിവിഷൻ, പെരുവണ്ണാമൊഴി റേഞ്ച്. അപ്പോൾ നമുക്കിതാ സ്വാഗതം കിട്ടിയിട്ടുണ്ട്. ഇനി പോയി നോക്കാം. ടിക്കറ്റ് കൗണ്ടറിന് അവിടെ എത്താനായിരിക്കുന്നത് തോന്നുന്നു. എനിക്ക് ചെറിയൊരു ഓർമ്മ അങ്ങനെയാണ്. അവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ അവിടെയാണ് കൗണ്ടർ വരുന്നത്. പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് മേലോട്ട് കയറാൻ. ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ്. ഇനിയും ഹൈറ്റിലേക്ക് കയറണം കേട്ടോ നമ്മൾ. അടിപൊളിയാണല്ലോ ഇവിടെ. നല്ലൊരു രസം കേട്ടോ. വണ്ടി ഫുള്ള് നാറി പൊടി പിടിച്ചിട്ട്. അന്ന് വൈകുന്നേരം കഴുകി കൊണ്ടുവന്ന വണ്ടിയാണ്. ഫുള്ള് പൊടി പിടിച്ച്. ഞാൻ വല്ല ബാക്കിലത്തെ ടയർ കണ്ടില്ലേ, ഇത് കുറച്ചുകൂടെ വീതി കൂടിയ ടയറാണ്. നമ്മൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും കേട്ടോ വണ്ടിക്ക്. ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വെയിലാവുന്നതിന് മുന്നേ, വെയിലിന് ആവാനൊന്നുമില്ല എന്നാലും ഇനി വെയിലാവാനും നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് കറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാം.
മലബാർ വന്യജീവി സങ്കേതം. ടിക്കറ്റ് ഇവിടെ കൗണ്ടർ ഇതാട്ടോ, ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുക്കണം അല്ലേ? എത്ര വെച്ച് ടിക്കറ്റ് വരുന്നത്? 50 രൂപ. ജീപ്പല്ല, ഞാൻ മുന്നേ കുറേ മുന്നേ വന്നിരിക്കുന്നു, ഈ അടുത്ത് തോന്നിയില്ല. ഗൂഗിൾ പേ ഇല്ല? അയ്യോ കുടുങ്ങിയല്ലോ. ചേച്ചി കാട്ടുതേനൊക്കെ ഒറിജിനലാണോ? കാട്ടുതേനൊക്കെ ഉണ്ടോ അവിടെ? 50 രൂപ. ഞാൻ ഗൂഗിൾ പേ എനക്കൊണ്ട് പൈസ ഇല്ല, അപ്പോൾ ചേച്ചിമാർ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ഹെൽപ്പ് ചെയ്താണ്. തിരിച്ചു വരുന്നവരടക്കേ മുകളിൽ എന്തായാലും അവിടെ വേറെ ടിക്കറ്റ് എടുക്കാണ്ടല്ലേ? ഡാമിൻ്റെ ടിക്കറ്റ് വേറെ എടുക്കാണ്ട്. അപ്പോൾ നമുക്കിത് അവിടെ 50 രൂപ നമുക്ക് ഇവിടെ ഫോറസ്റ്റിൻ്റെ ടിക്കറ്റ് വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടല്ല സ്റ്റാർട്ട്. ഇനി ഇവിടുന്ന് വെച്ചാൽ അങ്ങോട്ട് എത്ര 10 കിലോമീറ്ററോ എത്ര ഉണ്ട്? 5 കിലോമീറ്റർ അല്ലേ? ഇനി ഇവിടുന്ന് 5 കിലോമീറ്റർ മേലോട്ടുണ്ടേ. ശരിയാ, വരുമ്പോൾ വരാം. അപ്പോൾ ഇനി ഇവിടുന്ന് മേലോട്ടേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. ഇത് ഫോറസ്റ്റിൻ്റെ ടിക്കറ്റാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ ഇനി നമ്മൾ ശരിക്കുള്ള ഫോറസ്റ്റിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വരുന്നേരം അവർക്ക് അവിടെ ഒരു 50 രൂപ കൊടുക്കണം. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു മല തന്നെ കേട്ടോ. ഓ, അതിൻ്റെ അടിവാരത്ത് കൂടെ നമ്മളിങ്ങനെ പോകുന്നത്. അടിവാരമല്ല, മലേൻ്റെ മുകളിൽ തന്നെ. ഓ, ഒരു രക്ഷയിലുള്ള സ്ഥലം. കുറച്ചൊരു അഡ്വഞ്ചറസ് ആണ്, എന്നാലും അടിപൊളിയാണ്. ഓ എന്താ അല്ലേ, താഴോട്ട് കണ്ടില്ലേ, കൊക്കയാണ്. ഇത്ര അടിപൊളി സ്ഥലമൊക്കെ നമ്മളെ നാട്ടിലുണ്ടായിട്ടില്ലേ? എന്താ അല്ലേ. ഏകദേശം നമ്മളിവിടെ എത്താനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കക്കയം ഡാമിൻ്റെ എൻട്രി. നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് പാർക്കിംഗ് കൊണ്ടുല്ലേ? രണ്ടും കൂടിയാ? ആ ടിക്കറ്റ്. അപ്പോൾ ഓൺലൈൻ ചെയ്യാം, ഗൂഗിൾ പേ ചെയ്യാം. അപ്പോൾ 20 രൂപ കേട്ടോ ഒരാൾക്ക് പാർക്കിംഗ് ഇത് ഫീ വരുന്നത്. ടിക്കറ്റ് വരുന്നത് ഇതാ, എൻട്രി ഫീ 20 രൂപയാണ്. അത് തന്നെ ബൈക്കിന് 10 രൂപയുടെ ടിക്കറ്റ് വരുന്നത്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, പാർക്കിംഗ് ഉണ്ട്, ഡാം, ഒഴുക്കുഴി വാട്ടർഫോൾസ്, ഈ 3 കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങും ഒഴുക്കുഴി വെള്ളച്ചാട്ടം ഉണ്ട്. ഇവിടെ കണ്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ സ്ലൈഡിങ്, ഊഞ്ഞാൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് റിസർവോയർ, കക്കയം റിസർവോയർ. ഇതെവിടെയാണ് ബോട്ടിങ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി നോക്കാം. കുട്ടികൾക്ക് വന്നാൽ കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സമയം ഇപ്പോൾ 12 മണി കേട്ടോ. അതിനെക്കൊണ്ട് തന്നെ വെയിലുണ്ടല്ലോ, നല്ല ലൈറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ഇനി കാണാൻ പോകുന്നത് ഉരക്കുഴി വെള്ളച്ചാട്ടം ആദ്യം കാണാൻ വേണ്ടി പോകുന്നത്. ഡാം നമ്മൾ ചെറുതായി കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഡാമിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് നല്ലൊരു ആംബിയൻസ് ആട്ടോ, കിളികളെ സൗണ്ടും ഒക്കെ ആയിട്ട്. അവർ പറഞ്ഞ നേരെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇതിൻ്റെ ബോർഡ് കാണാം, ചുവന്ന ബോർഡ് കാണാം. അവിടെ നിന്ന് മേലോട്ട് കയറിൻ്റെ ഷോർട്ട് കട്ടാണ്, മേലോട്ട് കയറി താഴെ ഇറങ്ങുമെന്ന് പറഞ്ഞ് പോയി നോക്കെന്തായാലും. അപ്പോൾ ശരിക്കുള്ള വഴി ഈ വഴിയാണ്. നമുക്ക് ഷോർട്ട് കട്ട് കൂടെ പോവാം. ഉരക്കുഴി വെള്ളച്ചാട്ടം ബോർഡ് അവിടെ ഉണ്ട്.
സംഭവം അങ്ങനെ വളഞ്ഞു വരുന്നത് ഷോർട്ടാക്കി ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. കുറച്ച് ദൂരം ഉണ്ടല്ലോ ഇത്. ഞാൻ അന്ന് വന്നപ്പോൾ എനിക്ക് ഇത്ര ദൂരം തോന്നിയില്ല. ഇതിപ്പോൾ കുറച്ച് നടന്ന് ഇത് നടക്കാണ്ട് കുറച്ച് മുന്നോട്ടേക്ക്. ഇതൊക്കെ പേരയ്ക്കാണ് ഫുള്ള്. അപ്പോൾ ഇതാട്ടോ കക്കയം ഡാം. വയനാട്ടിലത്തെ ബാണാസുര സാഗർ ഡാമിലത്തെ വെള്ളമാണ് ഇങ്ങോട്ടേക്ക് തുരങ്കം വഴി വരുന്നത്. എന്താല്ലേ നല്ലൊരു ആംഗിളാണ്. ഇവിടുന്ന് വരുന്നവരൊക്കെ അതാ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടേ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ പോകുന്ന വഴിക്ക് ഈ താഴോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഡാമിൻ്റെ നല്ലൊരു ആംഗിൾ ഇട്ടു. നമുക്കത് അവിടെയാണ് ഷട്ടറൊക്കെ വരുന്നത് പോകുന്നത്. ഇവിടെ അതിൻ്റെ ഈ മീറ്ററൊക്കെ ഉണ്ട് അളക്കുന്ന വെള്ളം അളക്കുന്ന എത്ര 160 എത്ര അടി ഇങ്ങനെ എന്തൊക്കെ അടി അളക്കുന്ന ഇതൊക്കെ ഉണ്ട് അവിടെ. അടിപൊളി വ്യൂ കേട്ടോ ഇവിടുന്ന്. അപ്പോൾ വരുന്നവർക്കൊന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങി നോക്കുക കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടേക്ക് പോവാം. കഴിയുന്നത് രാവിലെ തന്നെ എത്താൻ ശ്രമിക്കും കേട്ടോ. ഒരു 9 മണിയാകുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കണ്ടോ അതേമാതിരി വെയിൽ കൊണ്ട് പോകേണ്ടി വരും. നല്ല വെയിലാട്ടോ. എല്ലാം പിന്നെ ഏറ്റവും നല്ലത് വൈകുന്നേരം വരുന്നതായി ഒരു 3 മണിക്ക് ശേഷം വന്നാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇവിടെ ഒരു കോറി ഉണ്ടോ ഇതിനുള്ളിൽ. പിന്നെ താഴോട്ട് ഇറങ്ങാനായി പിന്നെ ടാർ ചെയ്ത റോഡാട്ടോ വരുന്നത്. അതിനോട് വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ക്യാമറയ്ക്ക് 200 രൂപ ചാർജ് വരുന്നുണ്ട്, ടിക്കറ്റ് വരുന്നുണ്ട്. DSLR ഉണ്ടോ എൻ്റെ കയ്യിൽ ആക്ഷൻ ക്യാമറയാണ്. അതിനെക്കൊണ്ട് അവർ പൈസ ഒന്നും വാങ്ങിയില്ല. എന്താ ഷട്ടർ ഇവിടെ നിന്ന് കാണട്ടോ. നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ ഇതാ കക്കയം ഡാം. ഇതാണ് കക്കയം ഡാം കേട്ടോ. നമുക്കെന്തായാലും അങ്ങോട്ടേ പോയി നോക്കാം. താഴോട്ടൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞത്. 4 ഭാഗത്തേക്കും വഴികളായി. അതേ വഴി മനസ്സിൽ ഇതിപ്പോൾ ഡാമിലേക്ക് പോകുന്ന വഴി അങ്ങോട്ടേക്ക് നമുക്ക് നേരെ പോയി നോക്കാം. ഇവിടേക്കൊക്കെ എത്തിയപ്പോൾ കാടിൻ്റെ ശരിക്കുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ നടുവ് കൂടി ഒരു റോഡും ആന വരുന്നുണ്ട് എന്ന് തെളിവുണ്ട് കേട്ടോ. കണ്ടില്ലേ ആനപ്പിണ്ണം കണ്ടില്ലേ. അപ്പോൾ ഇത് ആന പോകുന്ന റൂട്ടാട്ടോ. ഒരു വളവിലാട്ടോ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ എൻട്രി ഇല്ല കേട്ടോ. ഇവിടെ നിന്നാ ഉരക്കുഴി വെള്ളച്ചാട്ടം മലബാർ വന്യജീവി സങ്കേതം. ഇനി നമുക്ക് ഈ വഴിക്കാണ് അങ്ങോട്ട് പോകേണ്ടത്. ഇവിടേക്ക് എത്തിയപ്പോൾ വേറൊരു ഫീൽ തന്നെ കേട്ടോ. ശരിക്കും കാടിനുള്ളിൽ കൂടെ പോകുന്നവരുണ്ട്. നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. 2 സൈഡും കാടാണ്. ആന വന്നാൽ ഓടാനും കൂടെ ഗ്യാപ്പില്ല. ഒന്നേ മുന്നോട്ട് ഓടണം അല്ല ബാക്കോട്ട് ഓടണം. താഴേക്ക് ഇങ്ങനെ കല്ല് പാകിയിട്ടാണ്. നല്ല രസമുള്ള വഴി കേട്ടോ. നടന്ന് നമ്മളിപ്പോൾ ഏകദേശം എത്താനായിരിക്കും കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നല്ലൊരു ഇറക്കം തന്നെയാണ്. അതെന്താണ് ഈ കരയുന്നത് ഇപ്പോൾ ചോദിച്ചോ കാര്യമെങ്കിൽ. വെള്ളച്ചാട്ടം അവിടെയാണ് വരുന്നത്. നമ്മളിങ്ങോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് എവിടെ വരിക അരുവിയാണ്. അത് കാടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കേട്ടോ. എന്ത് തണുത്ത വെള്ളം അറിയാം. എന്നാലും ഒന്ന് മുഖം കഴിക്കാം. ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത്. മേലെ നിന്ന് കാടിൻ്റെ ഉള്ളിൽ നിന്ന് വേരിനൊക്കെ തട്ടിയിട്ട് കണ്ടില്ലേ. എന്ത് രസമല്ലേ കാണാൻ. ഏച്ചിന്ന് ചോദിച്ചപ്പോൾ അത് ചിവിയുടെ പോലെ കാര്യം കേട്ടോ മേലെ. അപ്പോൾ ഇതാ കുറച്ച് അപകടം വെച്ച വഴിയാണ്. ഇങ്ങനെ വേണം അങ്ങോട്ട് പോകാൻ. ഈ ഉരക്കുഴി വെള്ളച്ചാട്ടം മഴക്കാലത്തട്ടോ കാണാൻ രസം ഉണ്ടാവുക. നമ്മൾ വന്ന ടൈം കുറച്ച് ശരിയല്ല. ഇല്ല ഇവിടെ കണ്ടില്ലേ ഇതാണ് വെള്ളച്ചാട്ടം. ഇത് ഇപ്പം നിങ്ങൾ നോക്കണ്ട ഇതൊന്നല്ല. ഇവിടെ കാണുന്നത് മേലെ കണ്ടൊരു തൂക്കുപാലം കണ്ടോ. അതൊരു തൂക്കുപാലം ഇനി പണ്ടത്തെ. അതിൻ്റെ ലെവലിൽ ഇങ്ങനെ വെള്ളം താഴോട്ട് പോകും. താഴെ കണ്ടില്ലേ. ഞാൻ അന്ന് വന്നപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ വീണ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ബോഡി എടുക്കൂല എന്നാണ്. അതായത് നമ്മുടെ കേരളത്തിന് ആകെ ഇങ്ങനെ വീണ് മരിച്ചു കഴിഞ്ഞാൽ ബോഡി എടുക്കാത്തൊരു സ്ഥലമാണ് ഈ ഉരക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. എത്രയോ അടി താഴോട്ടൊക്കെ ആകുമ്പോൾ പോകുന്നത്. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഏട്ടൻ്റെ അവിടെ ഇറന്ന് ചോദിച്ചേക്കാം.
ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. വേനൽക്കാലത്ത് മഴക്കാലത്താണെങ്കിൽ ഇതൊക്കെ നിറഞ്ഞു ഒഴുകുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോയി ഏട്ടൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട് അവിടെ, പോയി ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഏട്ടാ എന്തൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ? ഇവിടെ ഇതാണ് നിങ്ങൾ കാണാൻ വന്ന വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം. ഉരക്കുഴി ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ഉരക്കുഴി എന്നാണ്. ഉരക്കുഴി വെള്ളച്ചാട്ടമാണ്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് വീണ് 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 ഉരഞ്ഞുരഞ്ഞുണ്ടായ കുഴിയാണ് ഉരക്കുഴിയായി മാറിയത്. പാറയിൽ കണ്ടില്ലേ വെള്ളം ചാടിയിട്ടുള്ള കുഴികൾ നിങ്ങൾ കാണുന്നില്ലേ? പാറ സൈഡ് കണ്ടില്ല കാണുന്നില്ലേ? ഓക്കെ, ഇത് 600 അടി താഴ്ചയിലേക്ക് വെള്ളം വീഴുന്നു. 600 അടി താഴ്ചയിലേക്ക് വെള്ളം വീഴുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് നമ്മൾ 2500 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. 2500 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഈ വെള്ളം ഇവിടെ വീണ് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം പോകുന്ന പാറയുടെ അടി കൂടെ കുറെ ദൂരം പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വേനൽക്കാലത്തോ മഴക്കാലത്തോ ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി അബദ്ധവശത്താൽ താഴോട്ട് പോയാൽ പോയി ബാക്കിയുള്ളവർ നേരെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. കർമ്മങ്ങളൊക്കെ വീട്ടില് എടുക്കൂല. പാറന്റെ അടി കൂടെ പോകുന്നുണ്ട്, ബോഡി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ ഏക തെരച്ചില്ലാത്ത സ്ഥലം എന്ന് പറയാനുള്ള കാരണം അതാണ്. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത സ്ഥലം. വീണാൽ വീണ തന്നെയാണ്, പിന്നെ കിട്ടുകയില്ല. ഓക്കെ, ഇനി 2015 പ്രളയം വന്നപ്പോഴാണ് തൂക്കുപാലം പൊളിഞ്ഞു പോയി. തൂക്കുപാലത്തിന്റെ മുകളിൽ കൂടിയായിരുന്നു വെള്ളം, അങ്ങനെ പൊളിഞ്ഞു പോയതാണ് തൂക്കുപാലം. മൂടും. നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ വെള്ളമായിരുന്നു. ഈ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. ഇത് ഈ മലയിൽ നിന്ന് വരുന്നതാണ്. ശങ്കരമ്പുഴ എന്ന് പറഞ്ഞൊരു പുഴയാണ് ഇതിന്റെ മുകളിൽ നിന്ന് വരുന്നത്. വയനാട് ടച്ചില്ല. ഡാം തുറന്നു വിട്ട് കഴിഞ്ഞാലും വെള്ളം ഇതിലെയാ വരുന്നത്. ഡാം തുറന്നു വിട്ടാലും ഇതിലെ കക്കയം ഡാം തുറന്നു വിട്ടാലും വെള്ളം ഇതിലേ വരും. ഡാമിന്റെ താഴ്വശത്താണ് ഇത് വരുന്നത്. തുറന്നുകൊണ്ട് ഇതിലാണ് വരുന്നത്. ഓക്കെ, ഇത് അടിയന്തരാവസ്ഥ കാലത്ത് സഖാവ് രാജൻ കൊലക്കേസ് കേട്ടിട്ടുണ്ടോ? ഉരുട്ടിക്കൊന്നത് കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ച് ഉരുട്ടിക്കൊന്നിട്ട് നിങ്ങൾ നിൽക്കുന്ന പാറയില്, അതായത് ഇവിടെ ഇട്ട് ബോഡി കത്തിച്ചിട്ട് താഴ്ത്തിട്ടെന്നാണ് പറയപ്പെടുന്നത്. താഴ്ത്തിട്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ വരുമ്പോ കക്കയ ഡാമിൽ വെള്ളം കിടക്കുന്നുണ്ടല്ലേ, അത് വയനാട്ടിലെ വാണാസുര സാഗർ ഡാം കേട്ടിട്ടുണ്ടോ? അവിടുന്ന് തുരങ്കം വഴി വെള്ളം ഇവിടെ എത്തിക്കുന്നു. തുരങ്കത്തിൽ കൂടെയാണ് വെള്ളം കൊണ്ടുവരുന്നത്. അതൊക്കെ വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിനാണ് കക്കയ ഡാമിലേക്കുള്ള വെള്ളം വരുന്നത്. ഇവിടുന്ന് 2 പൈപ്പ് ലൈൻ വഴി കക്കയം പോർട്ടേഴ്സിലേക്ക് പോകുന്നു. നിങ്ങൾ വരുമ്പോ കാണാം മലയിൽ കൂടി ഒരു പൈപ്പ് വരുന്ന കണ്ടില്ലായിരുന്നോ? അവിടെ എത്തിക്കഴിഞ്ഞാൽ കറണ്ട് ഉൽപ്പാദിപ്പിച്ചതിന് വെള്ളം പോകുന്നത് പെരുവണ്ണാമൊഴി ഡാമിലേക്കാണ്. പവർ ഗ്യാസ്, അത് കക്കയം പവർസിന് പറയുന്ന കുറ്റ്യാടി പവർസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, പെരുവണ്ണാമ ഡാമിൽ എത്തിക്കും. ഞാനിപ്പോ 3 ഡാമിന്റെ പേര് പറഞ്ഞു. ഏതൊക്കെ ഡാമ? വാണാസുര, കക്കയം, പെരുവണ്ണാമൊഴി. പെരുവണ്ണാമ ഡാമിൽ വെള്ളം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് വേനൽക്കാലത്ത് കൃഷിക്ക് ആവശ്യത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നു. മഴക്കാലത്ത് മാത്രം കറണ്ട് എടുക്കാൻ ഉപയോഗിക്കുന്നു. അല്ലാതെ ഫുൾ ടൈം ആയിട്ട് കുടിവെള്ളമായിട്ട് പോകുന്നു. ഏത് കുടിവെള്ളം? ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തേക്കും പോകുന്നു. ഈ വെള്ളം നേരെ കരുത്തമ്പാറ വഴി പെരുവണ്ണാമ ഡാമിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് കുടിക്കുന്ന ജപ്പാൻ കുടിവെള്ളത്തിന്റെ വെള്ളം പിന്നെ നമ്മള് ഇത് വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ് നമ്മുടെ ഇവിടെ ആന, കാട്ടുപോത്ത്, പുലി, കടുവ എല്ലാ മൃഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് 5 മണി വരെ ഇങ്ങോട്ടേക്ക് പ്രവേശനമുണ്ട്. 5 മണി വരെ എങ്ങനെ? രാവിലെ 9 തൊട്ട് തുടങ്ങും. രാവിലെ 9:00 എത്തുക, അല്ലെങ്കിൽ 3:00 താമസിക്കണ്ടേ. വൈകുന്നേരം നിങ്ങൾ വരരുത്. വൈകുന്നേരം വന്നു കഴിഞ്ഞാല് ഫോട്ടോ എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, കരുത്തമ്പാറയും കൂടെ കാണാൻ വരുന്നവരാണെങ്കിൽ രാവിലെ വന്ന് കരുത്തമ്പാറ വന്ന് ഇരിക്കരുത്. നിങ്ങൾ നേരെ കക്കയത്തേക്ക് വരിക, ഡാമിലേക്ക് വരിക. കക്കയം ഡാം കണ്ട് വെള്ളച്ചാട്ടം കണ്ട് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇവിടെ നേരെ കരുത്തമ്പാറ പോയി കാണാം. അതായിരിക്കും നന്നാവില്ല. ഓക്കെ, ഇത് സ്വർഗവും നരകവും നിറഞ്ഞ ഒരു സ്ഥലമാണ്. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ നിൽക്കുന്നവരൊക്കെ തോന്നിയാലും താഴോട്ട് വീണാൽ നരകത്തിൽ കിടക്കുന്നവരെ തോന്നും. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. പ്രകൃതി സൗന്ദര്യം നിങ്ങൾ ആസ്വദിച്ച് കാണുക. സാഹസികത നമുക്ക് വേണ്ടേ വേണ്ട. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ചൊന്ന് അങ്ങോട്ടേ പോകാലോ. ഞാൻ നിങ്ങളെ ബാക്കിൽ വരാം. കണ്ടില്ലേ ഏതാല്ലേ വ്യൂ? ഇനി ഇവിടെ വരുന്ന സഞ്ചാരികളോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളത്, നിങ്ങൾ വരുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലെ വെള്ളം മേടിച്ച് വരരുത്, കുടിവെള്ളം മേടിച്ച് വരരുത്. ഇവിടെ ശുദ്ധമായ ഉറവെള്ളമുണ്ട്, നല്ല തണുത്ത വെള്ളമുണ്ട്, ശുദ്ധമായ ഉറവെള്ളമാണ്, കുടിവെള്ളമാണ്. യഥേഷ്ടം നമുക്ക് ഇവിടുന്ന് കുടിക്കാം. ഞാൻ വരുന്നേരം കുറച്ചൊന്നും കുടിക്കുന്ന വെള്ളം അല്ലേ? കുടിക്കുന്ന വെള്ളമാണ്. ഇത് കുടിവെള്ളം കേട്ടോ. മോൻ കഴിയാൻ തന്നെ ക്ഷീണം മാറും. നമ്മളെ കാട്ടരിയിൽ നിന്ന് വരുന്ന വെള്ളം ഞാൻ കുടിച്ചു. അടിപൊളി വെള്ളം കേട്ടോ, മിനറൽ വാട്ടർ. ഇനി നമ്മൾ കുളിക്കുന്ന സ്ഥലത്തേക്ക് പോകും. അതുണ്ടല്ലോ കുളിക്കാനുള്ള സൗകര്യം, നല്ല സൗകര്യം, ശുദ്ധമായ വെള്ളം, നല്ല തണുപ്പുള്ള വെള്ളം, എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലം. നമുക്കിവിടെ മേലോട്ടേക്ക് പോകാൻ പറ്റില്ല, കുറച്ച് മേലോട്ടേക്ക് വരാം. കുറച്ച് കുളിക്കുന്ന സ്ഥലം. ഇവിടേക്ക് ആന വരലുണ്ടല്ലേ? ആന വരലുണ്ട്. ആന എപ്പോഴെങ്കിലും വന്നെങ്കിൽ പോവും. ശല്യങ്ങളൊന്നുമില്ല. ഇല്ല
ഇപ്പോൾ അവിടെ നമുക്ക് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അടി ഫുള്ള് മണലാണ്, അപകടങ്ങളൊന്നുമില്ല, അധികം ആഴവുമില്ല. എവിടേക്ക്? ആ ഭാഗത്തേക്ക് കുറച്ച് ആഴം കൂടുതലുണ്ട്. ഉണ്ട്. ക്ലിയർ വെള്ളമല്ലേ? ഇവിടെ വരെ നമുക്ക് വരാൻ പറ്റുക? ആ, ഇവിടെ വരാനേ. ഇതിന് മുകളിലേക്ക് അങ്ങോട്ട് ആരും പ്രവേശനമില്ല. ഇതിൻ്റെ മുകളിലേക്ക് ആരും ഇവിടെ വരാം. നമുക്ക് ഇവിടെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാണ്. മലപ്പുറം നാളെ മലപ്പുറത്തൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഇതേമാതിരി വരാം അല്ലേ? ഇനി എല്ലാവരും പറയാം വരാൻ വേണ്ടിയിട്ട്. മഴക്കാലത്ത് ഇവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞു കിടക്കും കേട്ടോ. നിറഞ്ഞ് താഴോട്ടേക്ക് ഒഴുകി പോകുന്നതാണ്. പേര് മരത്തിന് ഇവിടെ ഫുള്ള് ഒരൽ കല്ലുകളാണല്ലോ അല്ലേ? ഇവിടെ വെള്ളത്തിലിറങ്ങാൻ, കുളിക്കാൻ, ചെറിയ പിള്ളേരെ കൊണ്ട് കുളിപ്പിക്കാൻ ഇവിടെയൊക്കെ ഇറങ്ങാം. ഇവിടെ ഞാനൊന്ന് ഒന്ന് എടുക്കുമോ? നമുക്ക് വാ, ഇവിടെ വന്നാലേ ഇവിടെയൊക്കെ ഇറങ്ങാട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ ഇറങ്ങാം. ഇവിടെയൊക്കെ ചെറിയ മക്കളെയും കൊണ്ടൊക്കെ വന്ന് കുളിക്കട്ടോ. ഞാൻ സംഭവം അടിപൊളി കേട്ടോ. എല്ലാത്തിനും പ്രത്യേകം ഞാനേ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട് നിങ്ങൾ പറയണം അല്ലേ? ചെറിയ മക്കൾക്ക് വന്നാൽ കളിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. വെള്ളം തന്നെ ഇതാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയില്ലേ? കാരണം വെള്ളം നല്ല തണുപ്പുള്ള നല്ല ശുദ്ധമായ വെള്ളമുണ്ട്. ഇവിടെ മേലെ അപകടമില്ല, അപകടങ്ങളൊന്നുമില്ല, ഒരു അപകടങ്ങളില്ല. ധൈര്യമായിട്ട് കുട്ടികളും കൊണ്ട് വരാം, ധൈര്യമായിട്ട് വരാം. ഇവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് കുട്ടികൾക്കും വലിയവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി, കേരളത്തിലെ ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറയാം. അതെ, അത് ഇനിയും എന്താ വെച്ചാൽ കക്കയം ഡാം എന്ന് പറയുന്നത് അറിയപ്പെടാൻ കുറേ കിടക്കുന്ന ആൾക്കാർ അറിയാണ്ട് കിടക്കാണ്. അപ്പോൾ കാണുന്നവരൊക്കെ എന്തായാലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്കും ഒന്ന് അറിയിച്ചു കൊടുക്കട്ടോ. എല്ലാവരും അറിയിക്കുക. രാവിലെ വരിക. രാവിലെ വന്ന് ഒരു ദിവസം കൂടുതൽ അടിച്ചു പൊളിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കവിടെ ബോട്ടിംഗ് എത്ര ചാർജ് വരുന്നത്? ബോട്ടിങ്ങിന് 1000 രൂപ. 1000 രൂപയാണ് ബോട്ടിംഗ്. 5 പേർക്ക് GST ഉൾപ്പെടെ. 5 പേർക്കല്ലേ? 5 പേർക്കാണ് 1000 രൂപ. സ്പീഡ് ബോട്ടാണ്. ഡാമിന് ഫുള്ള് കറക്കും. ഉള്ളിൽ കറങ്ങും. അടിപൊളി, നല്ല വൈബാണ് ആണല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഒരു ദിവസം നമുക്ക് അതുകൂടെ ചെയ്യണം. പ്രകൃതി പാറയിൽ കൊത്തിവെച്ച മനുഷ്യമുഖം കാണുമെങ്കിൽ നമുക്ക് മുഖാമുഖം ഇതേമാതിരി നിൽക്കാൻ പറ്റും. കണ്ടില്ല? അവിടെ കണ്ടില്ലേ മനുഷ്യൻ്റെ ഒരു മുഖം? നമ്മൾ അവിടെ നിന്ന് നേരെ നോക്കുന്നേരം കണ്ടില്ലേ? അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നതിൽ അവിടെ പാലം കണ്ടില്ലേ? കഴിഞ്ഞ പ്രളയം വരെ ഇവിടെ ഉണ്ടായിരുന്ന പാലമാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമായിരുന്നോ? അപ്പുറത്തേക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പാലം ഫുള്ള് പൊളിഞ്ഞു കേട്ടോ. 2018 പ്രളയത്തിൽ പൊളിഞ്ഞ കേട്ടോ ഈ പാലം, ഇരുമ്പിൻ്റെ തൂക്കുപാലം. ഇവിടെയൊക്കെ മൊത്തം വെള്ളമായിരിക്കും. അപ്പോൾ ഇവിടെ മൊത്തം വെള്ളത്തിലായിരിക്കും കേട്ടോ. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളം പോയെന്നാണ് പറയുന്നത് ആ ടൈമിൽ. അപ്പോൾ ആക്കല്ലോ ആ വലിയ കല്ലല്ലേ? ഈ വലിയ കല്ല് പ്രളയത്തിന് വെള്ളത്തിൽ ഒഴുകി വന്ന് ഇവിടെ നിൽക്കുന്ന കല്ലാവൂലെ. അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാമല്ലോ അതിൻ്റെ തന്നെ. അപ്പോൾ എന്തായാലും സംഭവമൊക്കെ കണ്ട് അടിപൊളിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം വരുമ്പോൾ മെയിനായിട്ട് നേരത്തെ വരിക അല്ലേ? രാവിലെ നേരത്തെ 9:00 ആകുമ്പോൾ ഓപ്പൺ ആവും. അപ്പോൾ ആ ടൈം കണക്കാക്കി വരിക. ഏട്ടവിടെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വരിക, അടിച്ചു പൊളിക്കുക, മക്കളൊക്കെ കൊണ്ടുവരിക, അവിടെ വെള്ളത്തിൽ കളിക്കുക, എല്ലാ സൗകര്യവും ഉണ്ട്. ഇതുവരെയായിട്ട് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 മണി വരെ പറഞ്ഞു കൊടുക്കാനും നിയന്ത്രിക്കാനും ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ അപകടങ്ങൾ. അത് മാത്രമല്ല ഏട്ടൻ നമുക്ക് ഫോട്ടോ എടുത്തു കേട്ടോ. ഫോട്ടോ ഒക്കെ ആയിട്ട് എടുത്തിട്ട് കൊണ്ടോ. എന്താ മരം? എന്ത് ഈച്ചമരം? ഈച്ചമരം എന്ന് വെച്ചാൽ എന്താണ്? ഈച്ചമരം എന്ന് പറഞ്ഞാൽ അത് പൂവാകുമ്പോൾ ഈച്ച വന്ന് മുട്ടയിട്ട് അതിൽ ഈച്ചയാവും. അപ്പോൾ ആ മരത്തിൻ്റെ പേരുണ്ടോ ഈച്ചമരം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കുടുംബക്കാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം.